എടവനക്കാട് തീരത്ത് കടലാക്രമണം നേരിടാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പി രാജീവ്. കടലാക്രമണ ഭീഷണി നേരിടാൻ സംസ്ഥാന സർക്കാർ യൂണിയൻ സർക്കാരിൽ സമർപ്പിച്ചിട്ടുള്ള പദ്ധതിക്ക് അടിയന്തര അംഗീകാരം നൽകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. കടലാക്രമണം നേരിടുന്ന തീരപ്രദേശം സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. തീരദേശ സംരക്ഷണത്തിന് ഇതിനു മുൻപ് ഒരിക്കലുമില്ലാത്ത നിലപാടാണ് രണ്ടു സർക്കാരുകൾ സ്വീകരിച്ചതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. തീരദേശ ജനതയുടെ സംരക്ഷണം പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി ഏറ്റെടുത്തിട്ടാണ് 5300 കോടിയുടെ തീരദേശ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത്. അത് കിഫ്ബി വഴിയും കേന്ദ്ര സഹായത്താലുമാണ്. കടൽ തീരം കേന്ദ്ര സർക്കാരിന്റെ ദേശീയ അതിർത്തിയാണ്. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി 1 രൂപ പോലും കടൽ തീരം സംരക്ഷിക്കുന്നതിനായി കടൽ ഭിത്തി കെട്ടുന്നതിനോ മറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനോ യൂണിയൻ സർക്കാർ നൽകുന്നില്ലെന്നും ഇതേ തുടർന്ന് ആ സഹായമില്ലാതെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. യഥാർത്ഥത്തിൽ കടൽ തീരം കേന്ദ്ര ഗവൺമെന്റിന് ദേശീയ അതിർത്തിയാണ്. എന്നാൽ കഴിഞ്ഞ കുറേ വർഷമായി 1 രൂപ പോലും നമ്മുടെ കടൽ തീരം സംരക്ഷിക്കുന്നതിന് വേണ്ടി കടൽ ഭിത്തി കെട്ടുന്നതിനോ മറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനോ യൂണിയൻ ഗവൺമെൻറ് നൽകുന്നില്ല. അത് കുറേ വർഷമായി ആ രീതി തുടരുകയാണ്. യൂണിയൻ ഗവൺമെൻറ് സഹായം ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തതാണ്. പക്ഷെ അത്തരം സഹായമില്ലാതെയാണ് നമ്മൾ പോകുന്നത്. കിഫ്ബി വഴി ഫണ്ട് സമാഹരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നാണ് കരുതുന്നത്. അതിന്റെ ഭാഗമായാണ് 7.5 കിലോമീറ്റർ ടെട്രാപോഡ് ഭിത്തികെട്ടാൻ 345 കോടി ചെലവഴിച്ച് ചെല്ലാനത്തൊരുക്കിയത്. തീരദേശവാസികളുടെ പ്രശ്നങ്ങൾ പരമാവധി പരിഹരിക്കാൻ ഇടപെടുമെന്നും പദ്ധതിയുടെ അനുമതിക്കായി വീണ്ടും കേന്ദ്ര ഫിഷറീസ് മന്ത്രിയുമായി കണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൈരളി ന്യൂസ്, കൊച്ചി.